എളുപ്പത്തിൽ ഉണ്ടാക്കാം നമുക്ക് ഇതുപോലൊരു സ്നാക്സ് റെസിപ്പി. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഈ മഴ സമയത്തൊക്കെ ചൂട് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണ്. അപ്പോൾ കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് അളവിലുള്ള മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് അല്പം ഉപ്പും ഒരല്പം എണ്ണയും കൂടെ ചേർത്തതിന് ശേഷം കൈകൊണ്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് അല്പാൽപ്പം വെള്ളം ഒഴിച്ച് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് നമുക്ക് കുഴച്ചെടുക്കണം. ഞാൻ അത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് തവിടെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ചോപ്പ് ചെയ്ത ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കുക. ഇതിന് പ്രത്യേകിച്ച് കണക്കൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എന്തുമാത്രമാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഞാൻ അല്പം പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു ഒരു വലിയ പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. ഇനി അതിലേക്ക് ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ അരിഞ്ഞെടുത്ത ക്യാബേജ്, അതേപോലെ തന്നെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ ശരിക്കും പാനിലിട്ട് ഈ വെജിറ്റബിളൊക്കെ ഒന്ന് ഇങ്ങനെ കുറച്ച് നേരം നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇനി അതിലേക്ക് ഞാനൊരു വലിയ പൊട്ടറ്റോ പുഴുങ്ങി ഉടച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഈ വെജിറ്റബിളിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ സ്പൂൺ അളവിലുള്ള ടൊമാറ്റോ കച്ചപ്പാണ്. അപ്പോൾ ഈ കച്ചപ്പ് ചേർക്കുന്നത് ഇതിനൊരു ജസ്റ്റ് ഒരു ചെറിയ പുളിയും വരും. അതോടൊപ്പം തന്നെ ഒന്ന് കുഴഞ്ഞിരിക്കാനും കൂടെ വേണ്ടിയാണ്. ഇനി ചോപ്പ് ചെയ്ത കൊറിയാൻഡർ ലീവ്സ് കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്ക് ഈ ഫില്ലിങ് മാറ്റി വെക്കാം. ഇനി ഞാൻ കുഴച്ച് വെച്ചിരിക്കുന്ന ആ മാവിൽ നിന്ന് 6 പൂരിയാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ 2 മുട്ട പൊട്ടിച്ച് ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് മൈദയുടെ മാവ് ഞാനിതുപോലെ കലക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല. അപ്പം പൂരി എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഫില്ലിങ് നമുക്ക് അതിൻ്റെ മിഡിൽ ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കിയെടുക്കുക. നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഷേപ്പിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതേ രീതിയിൽ നിങ്ങൾക്ക് മടക്കിയെടുക്കാം. ജസ്റ്റ് മടക്കി ഒന്ന് എടുത്ത് കൊടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഷേപ്പിൽ എടുക്കുകയോ അല്ലെങ്കിൽ വേറെ ഏത് ഷേപ്പാണെന്ന് വെച്ചാൽ അതേപോലെ എടുത്തു കൊടുക്കുക. അവരവരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഞാൻ ഇതുപോലെ ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ സ്ക്വയർ ഷേപ്പാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പ്ലേറ്റിനകത്തേക്ക് കുറച്ച് കോൺഫ്ലേക്സ് ആണ് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തതാണ്. അതായത് ബ്രെഡ് ക്രംസിന് പകരം ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത്. ഇതും ശരിക്കും ഈ കോൺഫ്ലേക്സിൽ മുക്കി നമ്മൾ പൊരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കി പൊരിക്കുന്ന ആ ഒരു ഫീലിങ്സ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഞാനിത് നമ്മൾ ഷേപ്പാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ അതായത് ഈ ഫില്ലിങ് ഞാൻ ഇതുപോലെ മുട്ടയിൽ മുക്കിയിട്ട് ഇതേപോലെ ഇതിലേക്ക് നന്നായിട്ട് മുക്കിയെടുക്കുക. അതായത് ഈ കോൺഫ്ലേക്സിലേക്ക് നന്നായിട്ട് മുക്കി പൊതിഞ്ഞെടുക്കുക. നന്നായിട്ട് പൊതിഞ്ഞെടുക്കുക. കണ്ടല്ലോ, ഇത് പൊടിച്ചെടുക്കുന്ന അതായത് ഈ കോൺഫ്ലേക്സ് എടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ഭസ്മം പോലെയൊന്നും പൊടിച്ചെടുക്കണ്ട. കുറച്ച് തരി വേണം ഇതിനകത്ത് കേട്ടോ. ആ രീതിയിൽ വേണം ഇതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പം ഞാൻ അതെല്ലാം ഇതുപോലെ ഞാൻ എടുത്തു ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്കിട്ട് ഇത് തിരിച്ച് മറിച്ചിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ അധികം എണ്ണ ഒഴിച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഇതുപോലെ നമുക്കൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്ത് ഏകദേശം ഒരു ഗോൾഡൻ കളറാകുമ്പോഴേക്കും നമുക്കിത് മാറ്റിയെടുക്കാം. അങ്ങനെ ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.